ഹലോ ഫ്രണ്ട്സ്, ഇന്നേക്കൊരു ബിരിയാണി തിന്നാനായിട്ട് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് കുക്കറിലുണ്ടാക്കാനായിട്ടേ അറിയാവുള്ളൂ. അപ്പുറം വന്നിട്ടാണെങ്കിൽ ചിക്കൻ ദം ബിരിയാണി ഇതാ വേണം എന്ന് പറഞ്ഞതിനാൽ ബിരിയാണി പേസ്റ്റ് ഇവിടെയാണെങ്കിൽ ഉണ്ട്. അതിനാൽ ബിരിയാണി പേസ്റ്റ് വെച്ചിട്ട് സൂപ്പറായിട്ട് ചിക്കൻ ബിരിയാണി செஞ்சு பார்க்கலாம். அதுவும் சிக்கன் தம் பிரியாணி செஞ்சு பார்க்கலாம் சொல்லிட்டு அதுக்கு அவசியமுள்ள இன்க்ரீடியன்ட்ஸு பட்டை, கிராம்பு, லவங்கம், ஜாதி பத்திரி, ரோசாப்பூ எல்லாமே போட்டு நல்ல போல் ஒன்று வதக்கிட்டு, அப்புறம் சவோளா, பச்சை மிளகு, தக்காளி, இஞ்சி, வெளுத்துள்ளி பேஸ்ட்டு, மல்லி இலை, புதினா இலை எல்லாம் போட்டு நல்ல எண்ணெய் தெளிஞ்சு വരണ വരയ്ക്കും നല്ല പോലെ വഴറ്റിയിട്ട് അതിൽ ഹാഫ് ലെമണ്, തൈര്, കുറച്ച് ആവശ്യത്തിന് തൈര് എല്ലാം കൂടെ ഒഴിച്ച് നല്ല പോലെ വഴറ്റിയെടുത്തதுக்கப்புறம் ചിക്കൻ പീസ് போட்டு அதுவும் நல்ல പോലെ மிக்ஸ் பண்ணிட்டு 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 പാക്കറ്റ് 50 ഗ്രാമിൻ്റെ 1.5 പാക്കറ്റ് ബിരിയാണി പേസ്റ്റ് അതും കൂടെ പോട്ട് നല്ല പോലെ മിക്സ് பண்ணிட்டு 1.5 കിലോ റൈസ് தான் ഞാൻ വെച്ചത്. അതിനാവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ട് അരിയും ഇട്ട് നല്ല പോലെ വെന്ത് ഒരു പാകമായതുക്കப்புறம் ദം പോടണം. ഞാൻ എങ്ങനെയാണ് ദം പോട്ടെന്ന് വെച്ചാൽ, വെന്ത് പാകമായപ്പോഴത്തേക്ക് അതുക്കുള്ള വാഴയില വെച്ച് അടച്ച് വെച്ചിട്ട് ദോശക്കല്ല്, നല്ല അടി കട്ടിയുള്ള ദോശക്കല്ല് എടുത്തിട്ട് നല്ല പോലെ ഹീറ്റ് பண்ணிட்டு ரொம்ப സിമ്മിൽ വെച്ചിട്ട് ரொம்ப സിമ്മിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതാണെങ്കിൽ ബിരിയാണിയാണെങ്കിൽ തൂക്കി ഒരു 25 നിമിഷം அப்படியே தம்மு வச்சுட்டு 25 நிமிஷத்துக்கு எடுத்து பார்த்தா சூப்பராகிட்டு இருந்துருச்சு. சூப்பரான பிரியாணி ரெடி ஆயிடுச்சு. சூப்பரான பிரியாணி നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബിരിയാണി செஞ்சதுனால அந்த அளவுக்கு டேஸ்ட்டு வந்ததாയിരിക്കില്ല. அந்த பிரியாணி பேஸ்ட்டு போட்டு செஞ்சதுனால அளவாയിട്ട് വെള്ളം എല്ലാം വെച്ചതുകൊണ്ട് அந்த ബിരിയാണി പേസ്റ്റോட அந்த ടേസ്റ്റ് അതാണ് നല്ല കൊടുക്കുന്നത്. എല്ലാവരുமே ബിരിയാണി வைக்க അറിഞ്ഞൂടാത്തവരും எல்லாருமே ட்ரை பண்ணி பார்க்கலாம். அந்த அளவுக்கு எல்லாம் கரெக்ட் உப்பெல்லாம் நாங்களே போட்டதுக்கு கரெக்டு. ஃபஸ்ட் டைம் தான் தனியே தம் பிரியாணி செஞ்சு பார்க்கலாம். குக்கரில் செஞ்சுருக்கு. மலபார் பிரியாணி மாதிரி ஒரு அளவுக்கெல்லாம் செஞ்சுருக்கு. பட்டு இப்போ தான் கரெக்டாக எந்த ஒரு இதுவும் இல்லாமல், அடி பிடிக்காத, കരിഞ്ഞു പോകാതെ, எதுவுமே ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ദം ബിരിയാണിന്ന് സെഞ്ച് പാകുക. മധ്യാഹ്നം അതുകൂടി പെപ്പർ ചിക്കനും റൈത്തയും എല്ലാം കൂടി വെച്ച് സാപ്പിട്ട് பார்த்தா വേറെ ലെവലാണ് ഇருக்கு. ഇനിയാണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ സാപ്പിടണം എന്നുള്ള ആ ഒരു ഇത് വരുത്. എന്താണ് അത് பிரியாணி பேஸ்ட்டு போட்டு நீங்களும் எல்லாருமே பிரியாணி செஞ்சு பாருங்கள். சூப்பராக இருக்கும்.